എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ കമ്പത്തുള്ള APM സിദ്ധവൈദ്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഷുഗർ, പ്രഷർ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് ആളുകളോട് പരിചയപ്പെട്ടു. അവരൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് എന്തായാലും ഒരു 8 മാസം കൊണ്ട് ഇൻസുലിൻ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഗുളികകളുടെ അളവ് കുറച്ചു. സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്, ശരീരത്തിന് സുഖമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കത്തോലിക്ക പള്ളി വികാരി അച്ഛൻ ഉൾപ്പെടെ അനേകം ആളുകളോട് ഉണ്ട് അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛനോടും കാര്യങ്ങളും സംസാരിക്കാം. എന്തായാലും ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ആളുകൾക്ക് ദോഷമൊന്നും വരുന്നില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമുക്കിനി അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. വരുന്നതാ തൊടുപുഴ. ഇവിടെ എന്താവശ്യത്തിനായിട്ട് ഷുഗറിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ വന്നു. ആദ്യം വരുന്നതാണോ അതോ അല്ല, രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഒരു കുഴപ്പമില്ല, ഒത്തിരി കുറവുണ്ട്. എന്താ ജോലി ചെയ്യുന്നത്? എന്താ? പള്ളിയിലെ അച്ഛനാ. ആഹാ, കത്തോലിക്ക പള്ളി. ഏത് പള്ളിയാ? ചീനിക്കുഴി. അപ്പോൾ അവിടുന്ന് ഒരുപാട് ആളുകളോട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു 8 മാസമായിട്ട് ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറെന്തൊക്കെ അസുഖങ്ങൾ, വേറെന്തെങ്കിലും അസുഖത്തിനുണ്ടോ? മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇവിടെ എങ്ങനെയാ? ഇത് എൻ്റെ അതേപോലെ കൈക്കാരൻ പറഞ്ഞു വന്നതാണ്. ഇൻസുലിൻ സ്റ്റോപ്പാക്കി. അപ്പോൾ ഇത് വളരെ നല്ല അനുഭവം പറയാനുള്ളത്. അപ്പോൾ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. തിരക്ക് കൂടിയോ ഇപ്പോൾ? തിരക്കില്ല, ന്യായമായിട്ടുള്ള ആൾക്കാർ വെറുതുണ്ട്. അപ്പോൾ പതുക്കെ സംസാരിച്ച് കൊടുക്കാനുള്ള ആവശ്യം തന്നെ ഇത്. നമ്മൾ പെട്ടെന്ന് മറ്റേ കടയിൽ പോലെ എടുത്തു കൊടുക്കാനില്ലേ. അല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പനിയാണല്ലോ ഒരു പ്രധാന പ്രശ്നം. ഈ ഡെങ്കിപ്പനി പോലുള്ള പല പല പനികളുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നടക്കുന്നുണ്ടോ? പനിക്ക് പിരിവേണ്ടി മെഡിസിൻ ഉണ്ട്. മറ്റെന്തൊക്കെ രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചികിത്സിക്കുന്നുള്ളത്? ഇവിടെ എല്ലാ നാൽപ്പെട്ട അസുഖങ്ങളും ഉണ്ട്. ഉണ്ട്. സോറിയാസിസ്, ഡയബറ്റിക്, റൂമാറ്റിക്, കിഡ്നി സ്റ്റോണ്, ഹാർട്ട് പേഷ്യൻറ്റ്, ക്രിയേറ്റിൻ പേഷ്യൻറ്റ്, ഇതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ വേറെ യാതൊരു സൈഡ് എഫക്റ്റ് ഇതുകൂടെ ഇല്ല? സൈഡിൽ നമുക്കിപ്പോൾ ഒരു 15,000 പേഷ്യൻ്റായി. അതിൽ സ്ഥിരം പേഷ്യൻ്റ് 100 പേർ വരുന്നുണ്ട്. 15,000 പേരിൽ 100 പേരിൽ വരുമ്പോൾ ചില ആൾക്കാർ 20 പേരുടെ ബുക്ക് മേടിച്ചു വന്ന് 120 ഒരാൾ തന്നെ വന്നിട്ട് 10 പേരുടെ മരുന്ന് മേടിച്ചിട്ട് പോയി. അങ്ങനെ ഉണ്ട്. റോയിയിൽ നോക്കാതെ കൂടെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അവർ കാര്യമായിട്ട് മാറ്റം ഉണ്ടായിട്ട് പിന്നെ വരുന്നുണ്ട്. ഇപ്പം അതുപോലെ റോയിയ അവർക്ക് അവരുടെ അളിയൻ വന്ന് മേടിച്ചിട്ട് പോയി. അവർക്ക് ഷുഗർ തീരെ കുറവ്, ഇൻസുലിനിൽ തീരെ കുറവ്. ഇന്നേക്ക് അവർക്ക് സിംഗിൾ ഡോസാണ് കൊടുത്തിருக்கு. നേരത്തെ കഴിച്ചത് കൂടെ ഇല്ല. രാവിലെ അവർ ഗുളിക, വൈകിട്ട് ഗുളിക, ഒരേ ഡോസ് കിട്ടുന്ന. അവർ ഹാപ്പിയാണ് പോകുന്നത്. അപ്പോൾ അച്ഛനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അച്ഛനിപ്പോൾ എത്ര വർഷമായി ഈ ഷുഗറിന് മരുന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങി? 28 വർഷമായിട്ട്. ഇപ്പം നമ്മൾ അല്ലാത്ത ചികിത്സ അലോപ്പതിയല്ലേ ചികിത്സിച്ചുകൊണ്ടിരുന്നത്? ഈ അലോപ്പതി ഇതുമായിട്ട് ചിലവ് നമ്മൾ പൈസയ്ക്ക് വ്യത്യാസം എന്തെങ്കിലും ഉള്ളതായിട്ട്? മരുന്നിന് വ്യത്യാസം, വിലയിൽ വ്യത്യാസമുണ്ട്. ഒത്തിരി ലാഭമുണ്ടോ? അതോ അപ്പോൾ ശരീരത്തിന് പ്രത്യേകിച്ച് ഇത് കഴിക്കുമ്പോൾ സാധാരണ ഒരു ശക്തിയുണ്ട്. ഈ ഇൻസുലിനൊക്കെ എടുത്തില്ലേ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണമൊക്കെ തോന്നുന്നതിൽ? ക്ഷീണമില്ല. മറ്റേ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണമുണ്ട്. ഇത് ക്ഷീണമില്ല, സാമ്പത്തിക ലാഭമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്കിത് ആളുകളോട് ധൈര്യമായിട്ട് പറയാം ഇവിടെ. അപ്പോൾ ആയിക്കോട്ടെ, കാണാം. ഈ ഷുഗറിന് വേണ്ടി വന്നതാണോ ഇവിടെ? ഞാൻ ഷുഗറിന് വേണ്ടി വന്നതാണ്. എവിടുന്ന? ഞാൻ ചീനിക്കുഴി പള്ളിയിലെ കൈക്കാരനാണ്. അച്ഛനും കൈക്കാരനും കൂടെ വന്നത്? അച്ഛനും കൈക്കാരനും കൂടെ വന്നത്. ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനെ ഞാനാണ് പരിചയപ്പെടുത്തി ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കണ്ടായിരുന്നു. എനിക്ക് 2010 മുതലുണ്ട്. 14 മുതൽ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇൻസുലിൻ്റെ അളവ് എനിക്ക് കുറച്ച് തന്നു. എനിക്ക് 7.5 ആയിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ. എനിക്ക് കഴിഞ്ഞ മാസം മരുന്ന് വാങ്ങിച്ചു പോകുമ്പോൾ ഇപ്പം എനിക്കത് 5.4 ഉള്ളൂ എൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ 1 മാസം മരുന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. ഇത് 5.4 ആയിട്ട് മാറി എനിക്ക് എൻ്റെ HbA1c ആയിട്ട്. അപ്പം അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് വ്യത്യാസമുണ്ട്. ശരീരത്തിന് നല്ല ഉണർവുണ്ട്, ക്ഷീണം കുറവുണ്ട്. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2010 മുതൽ തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് 10 നാളായി. ഇവിടെ 1 മാസമായിരുന്നു വരുന്നത്. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് ആൾക്കാരോട് പറയാം. ഞാൻ ഒത്തിരി ആളുകളോട് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇടയ്ക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. ശരിയല്ലേ? ആയിക്കോട്ടെ, സന്തോഷം.